ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കയ്യിലുള്ളത് ഐഫോണിൻ്റെ 6+ പറഞ്ഞിട്ടുള്ള ഓൾഡ് മോഡലാണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 50% ചാർജ് കാണാം. അതുപോലെ നമ്മൾ ചാർജർ ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് കയറില്ല, അല്ലെങ്കിൽ ചാർജ് കയറുന്ന കാണിക്കും. ചാർജ് കയറുന്ന പെർസെൻറ്റേജ് ചിലപ്പം വേറെ ഏതെങ്കിലും ആയിരിക്കും. പക്ഷെ നമുക്കിവിടെ പവർ സപ്ലൈ മീറ്ററിൽ ആംബിയർ എടുക്കായോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ചാർജിങ് ആംബിയറൊക്കെ ഇവിടെ കറക്റ്റ് വരുന്നുണ്ട്. ഞാൻ എന്തായാലും കണക്ട് ചെയ്യാണ്. ഫോണ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അവിടെ ചാർജിങ്ങിൻ്റെ ആംബിയർ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഒരു ഫോണ് ചാർജ് കയറേണ്ട ആംബിയർ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫോൺ എന്തായി ഒന്ന് ഓഫ് ആവുകയും ചെയ്തിട്ടുണ്ട്. ഓഫായിട്ടൊന്ന് ഓണായി വരുന്നുണ്ട്. അപ്പോൾ ഇതും ഇതിൻ്റെ ഒരു പ്രോബ്ലം തന്നെയാണ്. ഇടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് ഓട്ടോമാറ്റിക്കായിട്ടൊന്ന് ക്രാഷ് ആവുന്നുണ്ട്. ഇനിയിപ്പോൾ ഓണായി വന്നു കഴിഞ്ഞാലും നോക്കിക്കഴിഞ്ഞാൽ ചാർജിങ് കറക്റ്റ് ആവില്ല. ഫോൺ ഓണായി വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ഒരു പെർസെൻറ്റേജ് കാണിക്കുകയാണ്. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചാർജിങ് ആംബിയർ എടുക്കുന്നുണ്ട്. അതായത് ചാർജ് കയറുന്നുണ്ട് ഫോണിലേക്ക്. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1%. ഇനി ഞാൻ ചാർജർ അങ്ങ് ഊരാണ്. റിമൂവ് ചെയ്യുമ്പോഴുള്ളൊരു കണ്ടീഷൻ നോക്കുക. കണ്ടല്ലോ. അപ്പോൾ ഇതേപോലെ പേഴ്സൻറ്റേജ് ഒരു കറക്റ്റ് അല്ലാത്ത രീതിയിൽ കാണിക്കുന്ന ഇതാണ് ഇതിൻ്റെ ഒരു കംപ്ലൈൻറ്റ്. അപ്പോൾ ഒരു കംപ്ലൈൻറ്റ് എങ്ങനെ ഫിക്സ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ബോർഡ് കംപ്ലീറ്റ് റിമൂവ് ചെയ്തു. ബോർഡ് റിമൂവ് ചെയ്യുമ്പോൾ ഷീൽഡ് കാര്യങ്ങളൊന്നുമില്ല. സ്വാഭാവികമായിട്ടും 6+ ഒരു പഴയ മോഡലാണ്. അപ്പോൾ എന്തായാലും അതൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ ടച്ച് IC, പവർ IC ഒക്കെ ചെയ്ത ഫോണാണെന്ന് തോന്നുന്നുണ്ട്. അത്യാവശ്യം ഫ്ലക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊത്തത്തിനോടൊക്കെ UV ഗ്ലൂ ആയത് കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, പിന്നെ ചാർജിങ്ങിൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ചാർജിങ്ങിൻ്റെ ആ സൈഡിൽ ചാർജിങ് ICന്ന് എന്താ പറയുക, ഒരു ചെമ്പർ വയർ പുറത്തേക്ക് ചെയ്തിട്ടുണ്ട്. അതുതന്നെ അവിടെ ഒരു റെസിസ്റ്റർ കൊടുത്ത് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ആ ഒരു ഇതിൻ്റെ അടുത്ത്. അപ്പോൾ ഇത് ചാർജിങ്ങിൽ ശരിക്കും ഈ ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ചെയ്യുന്നൊരു പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ചാർജിങ് ICയിൽ ഒരു കണക്ഷൻ വരുന്നുണ്ട്, അതിനെ ബൈപ്പാസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇത് ഓൾറെഡി ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിലിപ്പോൾ കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ചെയ്തത് എന്തോ അവിടെ ഫ്രീ ആക്കി വെച്ചിട്ടുണ്ട്. 2 റെസിസ്റ്റർ അവിടെ ഉണ്ട്, പക്ഷെ എന്തല്ല ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്താ ഉള്ളത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ആ ഒരു പരിപാടി തന്നെ ഇതിൽ ചെയ്ത് നോക്കാം. ചിലപ്പോൾ അതോടുകൂടി തന്നെ ശരിയാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, നമ്മൾ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ 2 2.2K റെസിസ്റ്ററുകൾ ഒരുമിച്ച് വെക്കുക. ഒരു സൈഡ് VCCയിലേക്ക് കൊടുക്കുക, ഒരു സൈഡ് ഗ്രൗണ്ട് കൊടുക്കുക. എന്നിട്ട് ആ 2 റെസിസ്റ്ററും കൂടി സെൻട്രൽ കണക്ഷനിലേക്ക് ഈ IC എന്ന് വരുന്ന ചെമ്പറിങ് കൊടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു പോയിൻ്റ് ഇപ്പോൾ IC എന്നൊരു പിൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ പിന്നിൽ വാല്യൂ ഉണ്ടോ എന്നുള്ളത് നോക്കണം. വാല്യൂ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അതിൽ നിന്ന് കൊടുക്കും. അല്ലെങ്കിൽ IC പൊക്കിയിട്ട് വീണ്ടും ഒരു ചെമ്പർ ഇതുപോലെ IC നിന്ന് പുറത്തേക്ക് എടുക്കണം, എന്നിട്ടേ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, റെസിസ്റ്റർ ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ബോർഡിലുള്ള ഈ 2 റെസിസ്റ്ററും ചെക്ക് ചെയ്ത് നോക്കാം. രണ്ടും വാല്യൂ നമുക്ക് ആവശ്യമുള്ള വാല്യൂ 2.2K ആണ്. ഈ 2 വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റെസിസ്റ്റർ തന്നെ യൂസ് ചെയ്യാം, ഇല്ല എങ്കിൽ മാറ്റുകയും ചെയ്യണം. അപ്പോൾ ഈ ഒരു റെസിസ്റ്റർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം 2.2 ജസ്റ്റ് കാണിച്ചു. ഒന്നുകൂടെ ഒന്ന് നോക്കി നോക്കട്ടെ. ഓക്കെ, ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ കറക്റ്റ് 2.2K വരുന്നുണ്ട്. ചെക്ക് ചെയ്തപ്പോൾ കുഴപ്പമൊന്നും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ റെസിസ്റ്റർ ഇവിടെ എന്തായാലും ഇവിടെ തന്നെ എന്ത് ചെയ്യാം, ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, മറ്റേ റെസിസ്റ്ററും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ,
അപ്പോൾ ആ റെസിസ്റ്റർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റെസിസ്റ്റർ എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്തതിന് ശേഷം അതിൻ്റെ വാല്യൂ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ആവശ്യമുള്ള മറ്റേ റെസിസ്റ്റർ പോലെ തന്നെ നല്ല റെസിസ്റ്റർ ആണെങ്കിൽ തന്നെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ എന്തായാലും നമുക്ക് റെസിസ്റ്റർ മാറ്റി കൊടുക്കണം. ഓക്കെ, ഇനി മൾട്ടിമീറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം എന്താണ് വാല്യൂ എന്ന് അറിയാൻ കഴിയും. മൾട്ടിമീറ്റർ കാണിക്കാത്ത ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് മൾട്ടിമീറ്റർ ഇതിൽ കാണിക്കാത്തത്. ഓക്കെ, ഈ റെസിസ്റ്റർ ഏകദേശം ഒരു 1 സംതിങ് നമുക്ക് കിട്ടുന്നുള്ളൂ. 1K ഒക്കെ ആയിട്ട് കിട്ടുന്നുള്ളൂ. 2.2K ഇതിന് അവൈലബിൾ അല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും വേറെ റെസിസ്റ്റർ എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഡെഡ് ബോർഡിൽ നിന്ന് 2.2K വാല്യൂ വരുന്ന റെസിസ്റ്റർ എടുത്തിട്ടുണ്ട്. ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 2.2K വാല്യൂ കറക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി ഈ റെസിസ്റ്റർ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം ഫിക്സ് ചെയ്ത ആ റെസിസ്റ്ററിൻ്റെ ബാലൻസ് വരുന്ന ആ ഒരു ഭാഗത്ത് കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ റെസിസ്റ്റർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ജമ്പർ വയർ ആ 2 റെസിസ്റ്ററിൻ്റെയും സെൻറ്ററിലെ ആ ഒരു പോയിന്റിലേക്ക് എന്ത് ചെയ്യാം, സോൾഡർ ചെയ്ത് കൊടുക്കാം. അതോടുകൂടി ഈ ഒരു പരിപാടി കഴിയും. പിന്നെ ഈ റെസിസ്റ്ററിൻ്റെ തന്നെ ഈ ഒരു ഭാഗം നമ്മുടെ ഏറ്റവും താഴെ കാണുന്ന ഗ്രൗണ്ടിലേക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ വർക്ക് ഇതോടെ ഫിനിഷ് ആവും. ഓക്കെ, അപ്പോൾ ആ ഒരു ജമ്പർ വയർ കൂടി എന്ത് ചെയ്യാം, ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഫോൺ ഓണാക്കിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളെ ഫോണ് അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു, തിരിച്ച് അങ്ങോട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓണാക്കാം. ഓണാക്കിയതിന് ശേഷം എന്താണ് ചാർജിങ്ങിൻ്റെ കണ്ടീഷൻ എന്ന് നോക്കി നോക്കാം. അതുപോലെ തന്നെ നേരത്തെ നമുക്കറിയാം ഇടയ്ക്കൊന്ന് റീസ്റ്റാർട്ടിങ് സംഭവിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും പോയിട്ടുണ്ടോ ഇല്ലയെന്ന് എന്ത് ചെയ്യണം, ഒന്ന് നോക്കണം. ഫോൺ ഓണായി വന്നിട്ടുണ്ട്. ഓണായപ്പോൾ തന്നെ ഒരു 38% കാണിക്കുന്നുണ്ട്. നമുക്ക് ചാർജർ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ചാർജർ കണക്ട് ചെയ്തപ്പോഴും കുഴപ്പമില്ല, കറക്റ്റ് ആ ഒരു 38 തന്നെ നിൽക്കുന്നുണ്ട്. ആംബിയർ എടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ചാർജർ ഒന്നുകൂടെ ഒന്ന് ഡിസ്കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണ് കണ്ടീഷൻ എന്നറിയാം. ചാർജർ ഡിസ്കണക്ട് ചെയ്തു, ഇപ്പോഴും 38 നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കംപ്ലൈൻറ്റ് ഇവിടെ എന്തായിട്ടുണ്ട്,
സോൾവ് ആയിട്ടുണ്ട്. ഒന്നുകൂടെ ചാർജർ കണക്ട് ചെയ്തു, വീണ്ടും നോക്കുമ്പോൾ 38 തന്നെ. ഓക്കെ, അപ്പോൾ ഈ ഒരു കംപ്ലൈൻറ്റ് നമുക്ക് സോൾവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അതുപോലെ അപ്പോൾ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ.